പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പൂരി ഇതിനെല്ലാം പറ്റിയ ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. തേങ്ങ അരയ്ക്കാത്ത ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് അരച്ച് പാല് ചേർക്കാം. യാതൊരു നിർബന്ധവുമില്ല ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് തേങ്ങ പാല് ചേർക്കണമെന്ന്. ഞാൻ തയ്യാറാക്കുന്ന വിധം ഒന്ന് കാണിച്ചു തരാം, വന്നോളൂ. അതിനായി ഞാൻ 2-3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ കറിവേപ്പില, പച്ചമുളക്, ടൊമാറ്റോ, സവാള അരിഞ്ഞത് ഇത്രയും എടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ജീരകം, പെരുംജീരകം, പട്ട, ഏലക്ക ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, സവാള ഇത്രയും വിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഇളക്കി വഴറ്റാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കും. ഞാനൊരു കാര്യം വിട്ടുപോയി, ടൊമാറ്റോ അരിയാൻ വിട്ടുപോയി. അതൊന്ന് അരിഞ്ഞെടുക്കാം. ടൊമാറ്റോയുടെ സവാള, പച്ചമുളക് എല്ലാം ചേർത്ത് വഴറ്റിയ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോട് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇതിലേക്ക് ഇനിയും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 സീറ്റി വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി.